വിറ്റാമിൻ സമ്പുഷ്ടവും ഉയർന്ന വിളവ് നൽകുന്നതുമായ 2 വാഴ ഇനങ്ങൾ പുറത്തിറക്കി തിരുച്ചിയിലെ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ബനാന. ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് കാവേരി തങ്കം, കാവേരി നാടൻ എന്നീ വാഴ ഇനങ്ങൾ പുറത്തിറക്കിയത്. 1.5 പതിറ്റാണ്ട് നീണ്ടുനിന്ന ഗവേഷണങ്ങൾക്കും ഫീൽഡ് ട്രയലിനും ശേഷമാണ് പുതിയ ഇനങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നത്. വിറ്റാമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുള്ള കാവേരി തങ്കം പ്രീമിയം ഗുണനിലവാരമുള്ള വാഴ ഇനമാണ്. പരമ്പരാഗത ഇനങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 10 മടങ്ങ് വിറ്റാമിൻ എ ആണ് ഇതിലുള്ളത്. വൈറ്റമിൻ എയുടെ സമ്പുഷ്ടീകരണത്തിലൂടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനാകുന്ന ഭക്ഷ്യവിഭവമായി പുതിയ വാഴപ്പഴം മാറും. നിലവിലുള്ള നാടൻ ഇനത്തിന്റെ ഇരട്ടി വിളവ് നൽകുന്ന ഇനമാണ് കാവേരി നാടൻ. ഹെക്ടറിന് 75 ടൺ വരെ വിളവ് നൽകാൻ ഈ ഇനത്തിനാകും. காவேரி தங்கம் என்ற ரகம் அதில் விட்டமின் ஏ சத்து மிகுந்திருக்கிறது. அந்த காவேரி தங்கம் என்ற ரகத்தில் பொன்னிறமான பல்ப் இருப்பதால் அதை காவேரி தங்கம் என்று பெயரிட்டுள்ளோம். இந்த காவேரி தங்கம் என்ற ரகம் ஒரு 5 பழங்கள் சாப்பிட்டாங்கன்னா அவங்களுக்கு வேண்டிய விட்டமின் ஏனுடைய முழு அளவும் கிடைத்துவிடும். 15 വർഷത്തെ ഗവേഷണത്തിനും രാജ്യത്തുടനീളം വിപുലമായ ഫീൽഡ് പരീക്ഷണങ്ങൾക്കും ശേഷമാണ് പുതിയ ഇനങ്ങൾ ICAR നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ബനാന. വാഴയിലെ വരരോഗത്തിനും ഫ്യൂസേറിയം വാട്ടത്തിനുമെതിരെ മികച്ച പ്രതിരോധ ശേഷിയും ഇതിന്റെ സവിശേഷതയാണ്. ഏകദേശം 10,000 ടിഷ്യൂ കൾച്ചർ തൈകളാണ് തമിഴ്നാട്ടിലും മറ്റ് പ്രധാന വാഴകൃഷിയുള്ള സംസ്ഥാനങ്ങളിലെയും 126 കർഷകർക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. 8 ദിവസം വരെ പുതുമയോടെ നിലനിൽക്കുന്ന ഇനമാണിത്. സുസ്ഥിരവും കേന്ദ്രീകൃതവുമായ ഗവേഷണ ശ്രമങ്ങളിലൂടെ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന 8 വാഴ ഇനങ്ങളാണ് കേന്ദ്രം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇന്ത്യ നിലവിൽ 10 ലക്ഷം ടൺ വാഴപ്പഴമാണ് കയറ്റുമതി ചെയ്യുന്നത്. 7 വർഷം മുൻപ് ഏകദേശം 54 മില്യൺ ആയിരുന്നു കയറ്റുമതി വരുമാനം. നിലവിൽ $378 മില്യൺ വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജനം.